ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ നില ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി കണ്ടെത്തിയത്. ഉണക്കാനിട്ടിരുന്ന തുണി ഉപയോഗിച്ച് ശുചിമുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണ് അഫാൻ തുടരുന്നത്. കഴിഞ്ഞ 48 മണിക്കൂർ നിരീക്ഷണം ആവശ്യമാണെന്ന് ആശുപത്രി അധികൃതർ, ഡോക്ടർമാർ, വിദഗ്ധ സംഘം അഭിപ്രായപ്പെട്ടിരുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്. 24 മണിക്കൂർ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. തുടർന്നുള്ള 24 മണിക്കൂറും നിർണായകമായി തന്നെ ഇരിക്കും. അഫാന്റെ തലയിലേക്കുള്ള രക്തസഞ്ചാരം നിലച്ചതിനെ തുടർന്നാണ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ പാർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഡോക്ടർ വിദഗ്ധ സംഘം അഫാനെ നിരീക്ഷിച്ചു വരികയാണ്. 24 മണിക്കൂർ വരുന്ന 24 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഇനി കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പറയാൻ കഴിയുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ പൂജപ്പുര ജയിലിൽ അഫാനെ ആത്മഹത്യ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയത്. ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നതിനിടയിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥന് കതവ് പൊളിച്ച് അദ്ദേഹത്തെ അഫാൻ രക്ഷപ്പെടുത്തുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തത്. നേരത്തെയും അഫാൻ താൻ ആത്മഹത്യ ചെയ്യുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ജയിലിൽ ഒപ്പമുള്ളവരോട് അടക്കം നിർദ്ദേശിക്കുകയും അടക്കം ചെയ്തിരുന്നു. അങ്ങനെ ശക്തമായൊരു നിരീക്ഷണം അഫാനെ നടത്തിവരുന്നതിനിടയിലാണ് ഇന്നലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. 11 മണിയോടുകൂടിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തുടർന്ന് ജയിലിൽ വെച്ച് തന്നെ ഒരു CPR നൽകുകയും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇപ്പോൾ തലയിലേക്കുള്ള, അതായത് തലച്ചോറിലേക്കുള്ള രക്തസഞ്ചാരം നിലച്ചതിനെ തുടർന്നാണ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. നിരീക്ഷണം തുടരുകയാണ്. കഴിഞ്ഞ 48 മണിക്കൂർ നിരീക്ഷണമെന്നായിരുന്നു ഡോക്ടർമാർ ആദ്യം പറഞ്ഞത്. ഇപ്പോഴും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം നിരീക്ഷിച്ചു വരികയാണ്. ഏതായാലും വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും അഫാന്റെ സ്ഥിതി എങ്ങനെയാണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി ഒരു മെഡിക്കൽ കോളേജിൽ വരും. അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയില്ല. കേസിൽ ഒരു നിർണായക